നമസ്കാരം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വരാനിരിക്കുന്ന സുപ്രധാനമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സംസ്ഥാന നിലവിൽ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ വഴിയും 2000 രൂപ വരെ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നിലവിൽ ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിൽ രണ്ട് വ്യത്യസ്ത രീതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലൊന്ന് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനമാണെങ്കിൽ, മറ്റൊന്ന് സഹകരണ സംഘം ജീവനക്കാർ വഴി ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ കൈകളിൽ നേരിട്ട് പണം എത്തിച്ചു നൽകുന്ന രീതിയാണ്. ഏകദേശം 28 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഇതിനോടകം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും മറ്റ് 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഇപ്പോഴും തുക നേരിട്ട് കൈകളിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇടനിലക്കാരുടെ ഇടപെടലുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ സുതാര്യതയൊക്കെ തന്നെ ഉറപ്പാക്കാനായിട്ട് എല്ലാ പെൻഷൻ തുകയും പൂർണ്ണമായിട്ടും അത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴി നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ പുതിയ നിയമപരിഷ്കാരങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുതിയ സംവിധാനം വരുന്നതോടുകൂടി നിലവിൽ സഹകരണ സംഘം ജീവനക്കാരുടെ സഹായത്തോടെ നേരിട്ട് പെൻഷൻ തുക കൈപ്പറ്റിയിരുന്ന 24 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായുള്ള ജനങ്ങൾക്കാണ് പ്രധാനമായും വലിയ മാറ്റങ്ങളൊക്കെ തന്നെ വരാൻ പോകുന്നത്. കഴിഞ്ഞ മുൻ സർക്കാരുകളുടെ കാലത്ത്, അതായത് 2016-ൽ കിടപ്പ് രോഗികൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്യാനായിട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കുമൊക്കെ തന്നെ വേണ്ടി നടപ്പിലാക്കിയ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു നേരിട്ടുള്ള കൈകളിലേക്കുള്ള പെൻഷൻ തുക വിതരണം. അന്നു മുതൽ ഇന്ന് വരെ സഹകരണ സംഘങ്ങളുടെ ചുമതലയിൽ ജീവനക്കാരൊക്കെ തന്നെ നേരിട്ടെത്തി പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ ഏൽപ്പിക്കുകയും സർക്കാർ അവർക്ക് ഇൻസെൻറ്റീവ് അനുവദിച്ചു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശങ്ങളും രാജ്യവ്യാപകമായിട്ടുള്ള ഏകീകൃത സാമ്പത്തിക മാനദണ്ഡങ്ങളും മുൻനിർത്തി സർക്കാർ ഈ പഴയ രീതിക്ക് പൂർണ്ണ വിരാമം കുറിക്കുകയാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഈ രീതി പൂർണ്ണമായിട്ടും മാറി എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ കോണുകളിൽ നിന്ന് ഇതിനെതിരെ പ്രതിഷേധങ്ങളും ആശങ്കകളും ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ വരാനിരിക്കുന്ന ഈ ഓണക്കാലത്ത് പതിവ് പോലെ തന്നെ പഴയ രീതിയിൽ തന്നെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിച്ചേരുമെങ്കിലും അതിനുശേഷമുള്ള മാസങ്ങളിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ട് മാറുന്നതായിരിക്കും. ഓണം കഴിഞ്ഞ് വരുന്ന മാസങ്ങൾ മുതൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതിൻ്റെയും പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കേണ്ടതിൻ്റെയും ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കർശനമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഏറെക്കാലമായിട്ട് യാതൊരുവിധ ഇടപാടുകൾ നടക്കാത്തതിനാൽ തന്നെ മരവിച്ചുപോയ ഇൻഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ കൈവശമുള്ളവരോ ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടുകൾ ആധാർ വിവരങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് ആവശ്യമായ KYC പ്രക്രിയയൊക്കെ തന്നെ നൽകി പൂർത്തീകരിക്കേണ്ടത് അല്ലെങ്കിൽ അത് സജീവമാക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം ഭാവിയിൽ പെൻഷൻ തുക കൃത്യസമയത്ത് അക്കൗണ്ടിൽ വന്നു ചേരുന്നതിൽ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ വരുന്ന മാസങ്ങളിൽ തന്നെ ഈ കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ഓരോ ഗുണഭോക്താവിൻ്റെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യമായി തന്നെ മാറിയിരിക്കുകയാണ്. പെൻഷൻ തുക നേരിട്ട് കൈപ്പറ്റുന്ന രീതി പൂർണ്ണമായിട്ടും മാറിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി അതാകുമ്പോൾ പലർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട സംശയങ്ങൾക്ക് സർക്കാർ ഇതിനകം തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു പെൻഷനുകളായിട്ടുള്ള 200 രൂപയോ 300 രൂപയോ ഒക്കെ വാങ്ങുന്നവർ വർഷങ്ങളായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി തന്നെ ഈ തുക കൃത്യമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷനുകളും ഇതേ മാതൃകയിലേക്ക് മാറ്റുന്നതോടെ അക്കൗണ്ടുകൾ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ തടസ്സവുമില്ലാതെ തന്നെ തുക നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇതിനോടകം തന്നെ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും പുതിയ അക്കൗണ്ടുകൾ എടുക്കേണ്ട ആവശ്യമില്ലെങ്കിലും തങ്ങളുടെ നിലവിലുള്ള അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർണ്ണതോതിൽ ആരംഭിക്കുമെന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ എല്ലാവരും അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. കിടപ്പ് രോഗികളും അതീവ അവശത അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഈ പുതിയ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള പ്രയാസങ്ങളെക്കുറിച്ച് പല സാമൂഹിക കോണുകളിൽ നമുക്ക് തന്നെ ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. ഇത്തരം വ്യക്തികൾക്ക് പെൻഷൻ തുക ബാങ്കിൽ എത്തിയാൽ പോലും അത് പിന്നീട് പണമായി എടുത്തു നൽകുന്നതിൽ കുടുംബാംഗങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടേക്കാം എന്ന വാദങ്ങൾ നിലവിലുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ ആധുനിക ബാങ്കിംഗ് രംഗത്തെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളായിട്ടുള്ള ATM കാർഡുകൾ, അതുപോലെ തന്നെ UPI സംവിധാനങ്ങൾ, മൊബൈൽ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇത്തരം പ്രതിസന്ധികൾക്ക് വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. വീട്ടിലെ മറ്റു ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾക്ക് ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തുക കൈകാര്യം ചെയ്യാനും അത് പ്രയോജനപ്പെടുത്താനും സാധിക്കുമെന്നതിനാൽ തന്നെ സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വലിയൊരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി കൂടാതെ തീരെ കിടപ്പിലായവരും സഹായമില്ലാത്തവരുമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള അവസ്ഥയിലുള്ള വ്യക്തികൾക്ക് ഈ പുതിയ നിയമത്തിലും ആവശ്യമായ ഇളവുകളും പ്രത്യേക പരിഗണനകളും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലവിലെ സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്.
കാരണം ഇടനിലക്കാരുടെ ചൂഷണങ്ങൾ ഒഴിവാക്കാനും സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ അർഹരായവരുടെയൊക്കെ തന്നെ കൈകളിൽ കൃത്യസമയത്ത് യാതൊരുവിധ തിരിമറികളും ഇല്ലാതെ എത്തിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഡിജിറ്റൽ പെൻഷൻ വിതരണ നയം. പ്രതിഷേധങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും കാലത്തിനനുസരിച്ചുള്ള ഈ സാങ്കേതിക മാറ്റം ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതത്വവും വേഗതയും സമ്മാനിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും ഫോളോ ചെയ്യുക. Please subscribe our channel.